ആക്ച്വലി പ്രോഗ്രാം വളരെ ഭംഗിയായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈവൻ ദോ ഇത്രയധികം ഗസ്റ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെയും ഇതിൽ ആരൊക്കെ വരും വരില്ല ഇതിൽ കൃത്യതക്കുറവുകൾ തീർച്ചയായിട്ടും സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എനിക്ക് തന്നിട്ടുള്ള ലിസ്റ്റിൽ പലതും അപൂർണമായിരുന്നു. ഇൻ ബിറ്റ്വീൻ അതിൽ പുതിയ പേരുകൾ ആഡ് ചെയ്യപ്പെടുകയും ഉള്ള പേരുകളും നീക്കം ചെയ്യുകയൊക്കെ ചെയ്തു. ഇത് സ്വാഭാവികമാണ്. നിങ്ങളെല്ലാവരും കാണുന്ന പോലെ ഒരു മിനിറ്റിൻ്റെ വീഡിയോയിൽ നമുക്ക് ഒരു പ്രോഗ്രാമിന് ഒരിക്കലും അവിടെ എന്താ നടന്നിട്ടുള്ളതെന്നുള്ളത് ചിലപ്പോൾ മനസ്സിലാവില്ല. സോ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജയരാജ് സാർ സംവിധാനം ചെയ്ത സിനിമയ്ക്കാണ് രമേശ് നാരായണൻ സാർ മ്യൂസിക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ 9 സിനിമകളിലെയും ഓരോ ചലച്ചിത്രത്തിൻ്റെ പേര് പറഞ്ഞ് അതിൽ എനിക്ക് എൻ്റെ കയ്യിലൊരു ലിസ്റ്റ് തന്നിട്ടുണ്ട് ഇതിൻ്റെ സംഘാടകർ. 9 സിനിമകളിലുള്ള മുഴുവൻ കാസ്റ്റ് ആൻഡ് ക്രൂരും നമുക്ക് കാണാൻ പഠിക്കാൻ പറ്റില്ല. നമുക്കൊരു ലിസ്റ്റ് നോക്കി വായിക്കലാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ അതിൽ തന്നിട്ടുള്ള പേരുകളിൽ രമേശ് നാരായണൻ സാറിൻ്റെ പേരില്ലായിരുന്നു. അത് എനിക്ക് ലിസ്റ്റ് തന്നിട്ടുള്ള ഇതിൻ്റെ സംഘാടകരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളൊരു വീഴ്ചയാണ്. പക്ഷേ സ്റ്റേജിൽ കയറിയ ആ സിനിമയിലുള്ള മറ്റാരും അത് പെട്ടെന്ന് അങ്ങനെ വിളിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഈവൻ ദോ എനിക്ക് അദ്ദേഹത്തിൻ്റെ പേര് അറിയാമെങ്കിലും ഞാൻ പറയുന്നത് തെറ്റാണെന്ന് എനിക്കറിയാമെങ്കിലും എനിക്കത് കറക്റ്റ് ചെയ്ത് തരാൻ ആ സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഞാൻ ഈ സന്തോഷ് നാരായണൻ അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ സൈഡിലേക്ക് നോക്കി ചോദിക്കുന്നുണ്ട്, ശരിക്കും എന്താ പേര്, കറക്റ്റ് പേര് പറ. ബിക്കോസ് ഐ നോ ഞാൻ പറഞ്ഞ വാക്ക് തെറ്റാണ്. അപ്പോൾ അതെനിക്ക് രമേശ് നാരായണൻ അവിടെ നിന്ന് ആരോ വിളിച്ച് പറഞ്ഞു തന്നു. നമ്മളപ്പം തന്നെ അത് പറഞ്ഞു. ഒരു 10 സെക്കൻഡ് കൂടി താമസിച്ചില്ല. അതിന് മുന്നേ നമ്മൾ കാര്യം പറഞ്ഞു. രമേശ് സാറിന് ആസിഫ് അലി ഈ സമ്മാനം കൊടുക്കുകയാണ്. ഇവിടെ ഒരു ചോദ്യം വരുന്നത്, എന്തുകൊണ്ട് സ്റ്റേജിലേക്ക് വിളിച്ചില്ല? രമേശ് സാർ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളായതിനാൽ പടികൾ കയറി സ്റ്റേജിലേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് എന്നെ അറിയിച്ചിരുന്നു. ആസിഫ് അലി തൊട്ടടുത്തിരിക്കുന്ന കണ്ടപ്പോൾ ഷോ ഡയറക്ടർ തന്നെയാണ് പറഞ്ഞത് ആസിഫിനെ കൊണ്ട് കൊടുപ്പിക്കും എന്നുള്ളത്. ഇതുകൊണ്ടാണ് ആ മെമൻറ്റോ. ഒരുപാട് പേര് ചോദിച്ചു, ജുവൽ ആങ്കർ ആയിരുന്നില്ലേ, ജുവൽ ഇത് കണ്ടില്ലേന്ന്. ഞാൻ ആക്ച്വലി ഇത് കണ്ടിട്ടില്ല. ഐ ഡിഡ്ന്റ് വിറ്റ്നസ് ഇറ്റ്. ഐ വാസ് ബിസി മേക്കിംഗ് ദാറ്റ് ലിസ്റ്റ് റെഡി ഫോർ ദ നെക്സ്റ്റ് അനൗൺസ്മെൻറ്റ്. അപ്പോൾ ഞാനും ഈ വിവരങ്ങൾ അറിയുന്നത് ഇന്ന് രാവിലെയാണ്. ഞാനും ആ വീഡിയോ കണ്ടു. എനിക്ക് ഒരുപാട് വിഷമം തോന്നി. എനിക്കിപ്പോഴും മനസ്സിലാവണില്ല എന്തിനായിരിക്കും അത്. അദ്ദേഹം പറയുന്നു ആസിഫ് അത് കൊണ്ടുവന്നപ്പോൾ അത് തരാനാണ് കൊണ്ടുവന്നതെന്ന് അറിഞ്ഞില്ല എന്ന്. തരാനല്ലെങ്കിൽ ആസിഫ് എന്തിനാണ് സാർ നിങ്ങൾക്ക് ആ ഒരു മെമൻറ്റോ ചിരിച്ച മുഖത്തോടുകൂടി നിങ്ങളുടെ നേർക്ക് നീട്ടുന്നത്? അവിടെ എനിക്ക് വിഷമകരമായൊരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. അദ്ദേഹത്തിൻ്റെ പേര് തെറ്റിച്ച് വിളിച്ചതിലായിരുന്നു ദേഷ്യമെങ്കിൽ എന്നോടാവാമായിരുന്നല്ലോ, ലൈക്ക് എന്നെപ്പറ്റി പരാതിപ്പെടാമായിരുന്നല്ലോ. വൈ ആസിഫ്? എന്ത് തന്നെയായിരുന്നാലും അങ്ങനെ ഒരു സങ്കടം അവിടെ ഉണ്ടായി എന്നുള്ളതിൽ എനിക്കും വിഷമമുണ്ട്. ഞാൻ ഒരു 2 പേരോടും ഞാൻ സോറി പറയാം. ആസ് എൻ ആങ്കർ, ആസ് ദ ഹോസ്റ്റ് ഓഫ് ദാറ്റ് ഷോ, ഐ ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ ദാറ്റ്. അത് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റിയും കൂടെ എനിക്കുണ്ടാവണമായിരുന്നു. ഈവൻ ദോ ഇറ്റ് വാസ് റിയലി പോർലി ഓർഗനൈസ്ഡ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇത്രയധികം ആൾക്കാർ, ഇത്രയധികം സെലിബ്രിറ്റീസ് വരുന്നൊരു ഷോ, കൃത്യമായ പ്ലാനിങ്, അതിലെല്ലാ വ്യക്തതയും ഉണ്ടെങ്കിലാണ് നമുക്കത് ക്ലീനായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പരമാവധി വേദികളിൽ സംസാരിക്കുമ്പോൾ ഒരാളെപ്പോലും വിഷമിപ്പിക്കാതെ വളരെ ചിന്തിച്ച് സെൻസിബിളായി സംസാരിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. സോ ഇങ്ങനെ ഒരു സംഭവം അവിടെ നടന്നത് എനിക്ക് നേരിട്ട് വിറ്റ്നസ് ചെയ്തിട്ടില്ല ഞാൻ. ഈവൻ ദോ അറിഞ്ഞപ്പോൾ ഒരുപാട് സങ്കടം തോന്നി. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ള ക്ലാരിറ്റി ഇത്രയേ ഉള്ളൂ. ആസിഫ് ആ സമയത്ത് ആസിഫിനെ കൊണ്ട് കൊടുപ്പിച്ചത് ആസിഫിൻ്റെ ചിരിച്ച മുഖവും ഒരു ഞങ്ങൾക്ക് ആസിഫിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. വേറെ ഒന്നും ആലോചിച്ചിട്ടില്ല. അവിടെ ഒരു വലിപ്പച്ചെറുപ്പങ്ങളും ഞങ്ങളാരും കണ്ടിട്ടില്ല. അതങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് വളരെ ദുഃഖകരമാണ്. പിന്നെ അദ്ദേഹത്തെ സ്റ്റേജിൽ വിളിച്ച് കയറ്റാൻ പറ്റാഞ്ഞതിൽ അത് സംഘാടകരുടെയും ഇതിൻ്റെ ഓർഗനൈസിങ് ഒരു പ്ലാനിങ്ങിൽ പറ്റിയിട്ടുള്ളൊരു പിഴവാണ്. അതിന് ഞാൻ ഓണസ്റ്റ്ലി അപ്പോളജൈസ് ചെയ്യുന്നു. സോ ആസിഫിനോട് ഒരുപാട് സ്നേഹം. യു ഡിഡ്ന്റ് ഡിസേർവ് ടു ഹാവ് ദാറ്റ് പെയിൻ.
എല്ലാവരുടെയും മുന്നിൽ വെച്ച് അങ്ങനെ ഇഗ്നോർ ചെയ്യപ്പെട്ടതിൽ ഒത്തിരി വിഷമമുണ്ട്. റിയലി സോറി ഫോർ വാട്ട് ഹാസ് ഹാപ്പൻഡ്. താങ്ക് യു.